ഹായ് ഓൾ, ഫോറക്സ് ട്രേഡിംഗ് അക്കൗണ്ട് കാൾട്ടൺ ബ്രോക്കറിൽ എങ്ങനെ ക്രിയേറ്റ് ചെയ്യാന്നുള്ളതാണ് ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത്. അതിനായി ഫസ്റ്റ് ഓഫ് ഓൾ നമ്മുടെ ബയോയിൽ കൊടുത്തേക്കുന്ന ലിങ്കിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നമുക്ക് ഇങ്ങനത്തെ ഒരു പേജ് ഓപ്പണായി വരും. അപ്പോൾ ഫസ്റ്റ് നമുക്ക് വേണ്ട നമ്മുടെ പേര് ഡീറ്റെയിൽസ് കൊടുക്കുക. അപ്പോൾ നമ്മൾ ഫസ്റ്റ് നെയിം കൊടുക്കുക, പിന്നെ അത് കഴിഞ്ഞ് നമ്മുടെ സെക്കൻഡ് നെയിം കൊടുക്കുക. അത് കഴിഞ്ഞിട്ടാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം നമ്മുടെ ഇമെയിൽ ഐ ഡി. കാരണം നമ്മൾക്ക് എല്ലാ വെരിഫിക്കേഷൻ കോഡ് അല്ലെങ്കിൽ കൺഫർമേഷൻ കോഡ്, ഡെപ്പോസിറ്റ്, വിഡ്രോവൽ, ബ്രോക്കറിനെ സംബന്ധിച്ചുള്ള ഡീറ്റെയിൽസ് കാര്യങ്ങളെല്ലാം വരുന്നത് നമുക്ക് മെയിൽ ത്രൂ ആയിരിക്കും. അപ്പോൾ നമ്മൾ യൂസ് ചെയ്യുന്ന പ്രോപ്പറായിട്ടുള്ളൊരു ഇമെയിൽ അഡ്രസ്സ് നമ്മൾ കൊടുക്കുക. ദെൻ അത് കഴിഞ്ഞിട്ട് നമ്മൾ ഏത് കൺട്രിയിലാണോ ഉള്ളത് ആ കൺട്രി കോഡ് യൂസ് ചെയ്തിട്ടുള്ള മൊബൈൽ നമ്പർ കൊടുക്കുക. ദെൻ പാസ്വേഡ് കൊടുക്കുക. ആ പാസ്വേഡ് തന്നെ റിപ്പീറ്റ് ചെയ്ത് ഒരു വട്ടം കൂടി കൊടുക്കുക. ദെൻ അത് കഴിഞ്ഞിട്ട് ഒന്നും കൂടി A to Z ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുക കാര്യങ്ങളൊക്കെ. അത് കഴിഞ്ഞിട്ട് നേരെ രജിസ്റ്ററിലോട്ട് പോവാം. ഓക്കെ, നമ്മുടെ രജിസ്ട്രേഷൻ കഴിഞ്ഞപ്പോൾ നമ്മുടെ ഇമെയിൽ അഡ്രസ്സിലോട്ട് നമ്മുടെ കാൾട്ടൺ ബ്രോക്കറിൽ നിന്നൊരു ലിങ്ക് പോയിട്ടുണ്ടാവും. ആ ലിങ്ക് ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് ഇതിൽ ബാക്കിയുള്ള ഡീറ്റെയിൽസ് കൂടി ക്രിയേറ്റ് ചെയ്ത് അക്കൗണ്ട് ഓപ്പൺ ആക്കാൻ പറ്റും. ഓക്കെ, അതിൽ വെരിഫൈ യുവർ അക്കൗണ്ട് കൊടുക്കാം. ദെൻ നമ്മുടെ ഡീറ്റെയിൽസ് എഗെയിൻ ഒരു വട്ടം കൂടി നമുക്ക് കൊടുക്കാം. നമ്മുടെ പേര്, ഡീറ്റെയിൽസ് കാര്യങ്ങളൊക്കെ കൊടുക്കാം, നാഷണാലിറ്റി കൊടുക്കാം, മൊബൈൽ നമ്പർ കൊടുക്കാം, ബാക്കിയുള്ള ഡീറ്റെയിൽസൊക്കെ ഒന്ന് കംപ്ലീറ്റ് ചെയ്ത് കൊടുക്കുക. അത് കഴിഞ്ഞതിന് ശേഷം സബ്മിറ്റ് ചെയ്യുക. സബ്മിറ്റ് ചെയ്യുമ്പോൾ നമുക്ക് ഏതെങ്കിലും ഒരു കാര്യം കംപ്ലീറ്റ് അല്ലാണ്ട് കിടക്കുന്നുണ്ടെങ്കിൽ അവരത് മെൻഷൻ ചെയ്ത് കാണിക്കും. അതൊന്നും കൂടി റീചെക്ക് ചെയ്തതിന് ശേഷം സബ്മിറ്റ് കൊടുക്കുക. ഓക്കെ, അപ്പോൾ നമ്മളിതെല്ലാം ഡീറ്റെയിൽസ് എല്ലാം കാര്യങ്ങളൊക്കെ കൊടുത്ത് സബ്മിറ്റ് വെരിഫിക്കേഷൻ കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ഈ കൊടുത്ത അഡ്രസ്സും ഡീറ്റെയിൽസ് എല്ലാം ഒന്നുകൂടി വെരിഫൈ ചെയ്യാനായിട്ട് നമ്മുടെ ഡോക്യുമെൻറ്റ്സ് അപ്ലോഡ് ചെയ്യണം. അതിന് നമുക്ക് ഏതെങ്കിലും ഒരു 2 ഡോക്യുമെൻറ്റ്സ് വേണം. ആധാർ കാർഡോ അല്ലെങ്കിൽ ലൈസൻസോ പാസ്പോർട്ടോ വേണം. നമ്മൾ കൊടുത്തേക്കുന്ന എൻ്റർ ചെയ്ത് ടെക്സ്റ്റ് ചെയ്ത് കൊടുത്തേക്കുന്ന ഡീറ്റെയിൽസ് എല്ലാം കറക്റ്റായിട്ട് വെരിഫൈ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഒരു ഡോക്യുമെൻറ്റ്സ്, നമ്മുടെ ID ഇവിടെ സബ്മിറ്റ് ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റെ ഏതെങ്കിലും 2 ID നമ്മളിവിടെ അപ്ലോഡ് ചെയ്ത് കൊടുക്കാം. നമ്മുടെ വെരിഫിക്കേഷനൊക്കെ കറക്റ്റായിട്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് മെയിലിലോട്ട് അതിൻ്റെ കൺഫർമേഷൻ ഡീറ്റെയിൽസൊക്കെ വരും. ദെൻ അത് കഴിഞ്ഞിട്ട് നമ്മൾ ട്രേഡിങ്ങിന് ഫണ്ട് ഡെപ്പോസിറ്റ് ചെയ്തിട്ട് അക്കൗണ്ട് ഓപ്പൺ ചെയ്യാന്നുള്ളതാണ് അടുത്ത സ്റ്റേജ്. അതിൽ പല പല അക്കൗണ്ട് ഡീറ്റെയിൽസ് നമുക്ക് ഓപ്പൺ ചെയ്യാനുള്ള രീതിക്ക് കാണിക്കുന്നുണ്ട് ഇവിടെ. പ്രീമിയം, പ്രോ, സീറോ, സ്റ്റാൻഡേർഡ് ഒക്കെ ഉണ്ട്. അതിൽ നമ്മൾ ചൂസ് ചെയ്യുന്നത് സ്റ്റാൻഡേർഡാണ്. സ്റ്റാൻഡേർഡ് ചൂസ് ചെയ്ത് ക്രിയേറ്റ് അക്കൗണ്ട് കൊടുക്കുക. ഡെപ്പോസിറ്റ് ക്ലിക്ക് ചെയ്യുക. ദെൻ നമുക്ക് ഡെപ്പോസിറ്റ് ചെയ്യാനായിട്ട് ഇഷ്ടംപോലെ ഓപ്ഷൻസ് കാണിക്കുന്നുണ്ട്. UPI കാണിക്കുന്നുണ്ട്, കാർഡ് പേയ്മെൻറ്റ് കാണിക്കുന്നുണ്ട്, ക്രിപ്റ്റോന്ന് ഡയറക്റ്റ് USDT ട്രാൻസ്ഫർ ചെയ്യാനുള്ള ഓപ്ഷൻസൊക്കെ കാണിക്കുന്നുണ്ട്. ഇനിയിപ്പോൾ നിങ്ങൾ UAE-യിലുള്ള ആൾക്കാരാണെന്നുണ്ടെങ്കിൽ AED ഡയറക്റ്റ് ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റും. അതേപോലെ തന്നെ നമ്മൾ ഇന്ത്യയിലായതുകൊണ്ട് UPI പേയ്മെൻ്റ് ആണ് ഇവിടെ ചൂസ് ചെയ്യുന്നത്. നമ്മളിവിടെ UPI ചൂസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നെക്സ്റ്റ് പേജിലോട്ട് പോയി നമുക്ക് QR കോഡ് കാണാൻ പറ്റും. ആ QRലോട്ട് നമുക്ക് ഡയറക്റ്റ് പേയ്മെൻറ്റ് കൊടുക്കുന്നതിന് മുമ്പ് എത്രയാണോ എമൗണ്ട് കൊടുക്കുക, കറൻസി INR ചൂസ് ചെയ്യുക. അപ്പോൾ നമ്മൾ കൊടുത്തേക്കുന്ന ഇന്ത്യൻ മണിക്ക് ഈക്വലൻ്റ് ആയിട്ട് വാല്യൂ ഉള്ള USDT ഡോളർ നമുക്കതിൽ കാണാൻ പറ്റും. ഓക്കെ, അത് കഴിഞ്ഞ് നമ്മൾ പേയ്മെൻറ്റ് കൊടുത്തതിന് ശേഷം നമ്മൾ ചെയ്ത പേയ്മെൻറ്റിൻ്റെ ട്രാൻസാക്ഷൻ ഡീറ്റെയിൽസോ സ്ക്രീൻഷോട്ടോ ഒന്ന് അപ്ലോഡ് ചെയ്ത് കൊടുക്കുക. അത് ചെയ്തതിന് ശേഷം നമ്മൾ എത്ര രൂപയാണോ പേയ്മെൻറ്റ് കൊടുത്തേക്കുന്നത് അതിന് ഈക്വലൻ്റ് ആയിട്ടുള്ള USDT ഇൻസ്റ്റൻ്റ് ആയിട്ടോ 1 ഹവറിനുള്ളിലോ നമ്മുടെ അക്കൗണ്ടിലോട്ട് ഡെപ്പോസിറ്റ് ആയിട്ടുണ്ടാകും. അത് നമുക്ക് മെയിലിൽ കൺഫർമേഷൻ വരും.
ഡെപ്പോസിറ്റിനെയും വിഡ്രോവലിനെ സംബന്ധിച്ചും മറ്റെന്ത് ട്രേഡിംഗ് റിലേറ്റഡ് ആയിട്ടുള്ള സപ്പോർട്ടിനും നമ്മുടെ കമ്മ്യൂണിറ്റിയിലോട്ട് ജോയിൻ ചെയ്യാനും നമ്മുടെ കോൺടാക്റ്റ് നമ്പർ ഇവിടെ കൊടുക്കുന്നുണ്ട്. ഓക്കെ, താങ്ക് യു.